ഹലോ ഗൈസ്, വെൽക്കം ടു ക്രാഫ്റ്റിംഗ് ക്രാഫ്റ്റ്. ഇന്ന് നമ്മൾ ഈ ഒരു സ്കേർട്ട് ആ ബാഗ് ആക്കാൻ പോവുക കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മളിതേ ഇങ്ങനെ ഒരു സ്കേർട്ട് എടുത്തിട്ട് അതിൻ്റെ സ്റ്റിച്ചൊക്കെ കളയുക കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് സെയിം മെറ്റീരിയൽ കിട്ടിയാലും കുഴപ്പമില്ല. എനിക്കിപ്പോൾ ആ മെറ്റീരിയലിൻ്റെ സ്കേർട്ട് ഉള്ളതുകൊണ്ട് അത് ഞാൻ എടുത്തു. ഇനി നമുക്ക് 22 ഇഞ്ചസിൽ ലെങ്ത്തും 7.5 ഇഞ്ചസിൽ വിഡ്ത്തുമായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതുപോലത്തെ 2 പീസ് നമുക്ക് ഫ്രണ്ട് പീസായിട്ട് എടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ 2 പീസ് എടുത്തതിന് ശേഷം അതൊന്ന് നമുക്ക് നടുവേന്ന് ഇതുപോലെയൊന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് 6.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ചരിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം 2 എണ്ണവും നമ്മൾ അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പം നമുക്കിത് ഈ ഒരു ഷേപ്പിൽ ഏകദേശം കിട്ടും. ഇനി നമുക്ക് മുകളിലത്തെ ഭാഗത്ത് 0.5 ഇഞ്ചും 1.5 ഇഞ്ചും 2.5 ഇഞ്ചും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലൊന്ന് മാർക്ക് ചെയ്യുക. ഇനി താഴെ 0.5, 2.5, പിന്നെ ഒരു 2.5ഉം പിന്നെ ഒരു 1.5 ഇഞ്ചും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിൽ മാർക്ക് ചെയ്യാൻ മറക്കരുതേ. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പോർഷൻസ് ഉണ്ടല്ലോ, അതൊന്ന് ഉള്ളിലോട്ട് മടക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് സെക്യൂർ ചെയ്യുകയോ അല്ലെങ്കിൽ പിൻ കുത്തി എങ്ങനെയാണെന്ന് വെച്ചൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇങ്ങനെ തന്നെ നമ്മുടെ 2 പീസും ചെയ്തെടുക്കാം. ഇനി ഇതിന് ലൈനിങ് കൊടുക്കണ്ടേ. അതിനായിട്ട് 7, 6, 4.5 ഇഞ്ചസിൽ ഇതുപോലെ ഒന്ന് നമുക്ക് വരച്ചെടുത്ത് കട്ട് ചെയ്ത് കൊടുക്കാം. 2 പീസിന് നമുക്ക് ലൈനിങ് വെക്കണം. അതുകൊണ്ട് നമ്മൾ അതേപോലത്തെ 2 പീസ് കട്ട് ചെയ്തെടുക്കാം. ഇത് അതിനെ മണ്ടയ്ക്ക് വെച്ചൊന്ന് വരച്ച് കട്ട് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ നമുക്ക് ഇതുപോലെ നമുക്ക് 2 പീസ് ലൈനിങ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലൈനിങ് പീസും ഇതിൻ്റെ ഔട്ടർ പീസും കൂടെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. അപ്പം അങ്ങനെ ആയതിനു ശേഷം നമ്മുടെ ബാഗിൻ്റെ ഹാങ്ങിന് കൊടുക്കാനായിട്ട് 18 ലെങ്ത്തിലും വിഡ്ത്ത് 5 വരുന്ന ഒരു പീസും 10 ഇഞ്ചിലും വിഡ്ത്ത് 3 വരുന്ന ഒരു പീസും വേണം. ഇനി ബോയ്ക്കായിട്ട് 42 ഇഞ്ചും 6 ഇഞ്ചും വരുന്ന ക്ലോത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ എൻഡ്സ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ഔട്ടർ ക്ലോത്തിൻ്റെ നമ്മൾ സെക്യൂർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഭാഗങ്ങളുണ്ടല്ലോ, അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് തന്നെ വെച്ചേക്കാം കേട്ടോ. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ നിന്ന് പോവില്ല. അങ്ങനെ നമ്മൾ 2 പീസിൻ്റെയും ഈ ഔട്ടർ ഭാഗങ്ങളും നമുക്കിതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമ്മൾ റിബണിനായിട്ട് എടുത്തിരിക്കുന്ന ആ 42 ഇഞ്ചസിൻ്റെ ക്ലോത്ത് ഇതുപോലെ അകമേ മടക്കി ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു 5 ഇഞ്ചസ് എവിടെയെങ്കിലും ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കേട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ എൻഡും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഈ പീസിൻ്റെ എൻഡ്സും കൂടെ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുന്ന ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിലൂടെ നമുക്ക് അകം ഭാഗം ഇതുപോലെ പുറത്തേക്കാക്കാം. ഞാനിവിടെ സിസേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഇത് പുറത്തേക്ക് എടുക്കുന്നത്. നമുക്ക് ചുമ്മാ ഒന്ന് അകത്തേക്ക് മടക്കി കൊടുത്താലും ഇതുപോലെ നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ 2 എൻഡ്സും പുറത്തേക്ക് ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ആ ഭാഗം ഇതുപോലെ മടക്കി പിടിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ഒരുപാട് പുറത്ത് കാണാത്ത രീതിക്ക് വേണം കേട്ടോ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോയുടെ പരിപാടി ഏകദേശം സെറ്റായി. ഇനി നമുക്ക് നമ്മൾ ഹാങ്ങിങ്ങിന് വേണ്ടി എടുത്തിരിക്കുന്ന 18 ഇഞ്ചസിൻ്റെ ക്ലോത്ത് ഇതുപോലെ തിരിച്ചിട്ടിട്ട് അതിൻ്റെ അറ്റം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ അതൊന്ന് വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് അതും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അതിൻ്റെ ഉൾഭാഗം ഒന്ന് പുറത്തേക്കിടുക. നമ്മൾ സൈഡിൽ കൊടുത്തിരിക്കുന്ന സ്റ്റിച്ച് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. സാറ്റിൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് അപ്പുറത്തെ വശമായിരിക്കും കുറച്ചുകൂടെ ഗ്ലേസിങ് ആയിട്ടിരിക്കുക. അപ്പോൾ അങ്ങനെ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇതുപോലെ തിരിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ 10 ഇഞ്ചസിൻ്റെയും ക്ലോത്ത് എടുക്കുക, തിരിച്ചു മടക്കുക, അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, റിപ്പീറ്റ്. ഇങ്ങനെ നമ്മൾ ഇതിൻ്റെയും സ്റ്റിച്ചിങ്ങനെ കൊടുത്തിട്ട് അകത്തുനിന്ന് നമുക്ക് പുറത്തേക്ക് ഇതിങ്ങനെ വലിച്ചു കൊടുക്കാം. അങ്ങനെ പുറത്തേക്ക് അത് വലിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിനി ഈ ചെറിയ പീസ് ഉണ്ടല്ലോ, ചെറിയ പീസ് വലുതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കയറ്റാൻ സിമ്പിളാണ്, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് അത് മുഴുവൻ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ 2 അറ്റവും ഇതുപോലെ ഒന്നിച്ച് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ സെക്യൂർ ആയിരിക്കുകയും ചെയ്യും. നമുക്കൊരു സ്ക്രഞ്ചീസിൻ്റെ എഫക്റ്റിൽ ഈ ഒരു ഹാങ് കിട്ടുകയും ചെയ്യും. അങ്ങനെ നമ്മളുടെ ഹാങ്ങിങ്ങിൻ്റെ 2 എഡ്ജസും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. കണ്ടില്ലേ നമ്മുടെ ബാഗിൻ്റെ ഹാൻഡിൽ എങ്ങനെ വന്നു. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ ലൈനിങ് ആണ് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ളത്. ലൈനിങ്ങിൻ്റെ ഉള്ളിൽ ഒരു കട്ടിയുള്ള എന്തെങ്കിലും പേപ്പർ വല്ലതും വെച്ചിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
അത് പുറത്തേക്ക് പോകാത്ത രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് വേണം കേട്ടോ നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഒരുപാട് കട്ടിയില്ലാത്ത പേപ്പർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്, എന്നാൽ കട്ടി കുറയാനും പാടില്ല. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ ലൈനിങ്ങും സെയിം ആയിട്ടുള്ള പ്രൊസീജിയർ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കണം. രണ്ടെണ്ണത്തിലും നമുക്കിതുപോലെ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ ബാഗിൻ്റെ ഉൾവശം കുറച്ചുകൂടെ കട്ടിക്കിരിക്കും. ബാഗിനൊരു പെർഫെക്റ്റ് ഷേപ്പ് കിട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമ്മൾ നമ്മളുടെ 2 ലൈനിങ്ങും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ലൈനിങ് രണ്ടും ഇതുപോലെ വെച്ചിട്ട് അതൊന്ന് ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി സ്റ്റിച്ച് ചെയ്യുമ്പം ആ പേപ്പറിൽ കൂടെ സ്റ്റിച്ച് ചെയ്യേണ്ട, അതിൻ്റെ ആ സൈഡിൽ കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം ഒരു 5 ഇഞ്ചസ് ഗ്യാപ്പ് താഴെ ഇട്ട് കൊടുത്തിട്ട് വേണം ബാക്കി മുഴുവൻ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ സൈഡ് മുഴുവൻ നല്ല രീതിക്ക് ഷേപ്പിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഈ എക്സസ് ആയിട്ടിരിക്കുന്ന കുറച്ച് ലെങ്ത്തിൽ കിടക്കുന്ന ആ പീസൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് കറക്റ്റ് ഷേപ്പിന് ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ആ ഗ്യാപ്പിടാൻ മറന്നു പോയതുകൊണ്ടാണ് ഇതുപോലെ ആ സ്റ്റിച്ച് അഴിച്ചിട്ട് ചെയ്തത് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സസ് ആയിട്ടുള്ള ആ പീസൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് നമുക്കതൊന്ന് ഡിഫൈൻ ആക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഔട്ടർ ഭാഗത്തിന് നമുക്ക് ബോ വെച്ച് കൊടുക്കണ്ടേ. അതിനായിട്ട് നമ്മുടെ ബോയുടെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തിട്ട് അത് ആ ബാഗിൻ്റെ ഔട്ടർ ഭാഗത്തിൻ്റെ സെൻറ്ററിൽ വെച്ചൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു 3 സ്റ്റിച്ച് നമുക്ക് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോ അവിടെ സെക്യൂർ ആയിട്ട് തന്നെ ഇരിക്കുന്നതായിരിക്കും. സെൻറ്ററിൽ ഒരെണ്ണം, കുറച്ച് ലെഫ്റ്റായിട്ടൊരെണ്ണം, കുറച്ച് റൈറ്റായിട്ടൊരെണ്ണം അങ്ങ് കൊടുത്താൽ മതി. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ബോ ടൈ ചെയ്ത് മാത്രം വെച്ചാൽ മതി. അത് പറഞ്ഞു പോകുന്നുള്ള ഒരു ടെൻഷനൊന്നും നമുക്ക് വേണ്ട. അങ്ങനെ നമ്മൾ നമ്മളുടെ ബോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബോയുടെ ബാക്കി ടെയിൽ ഭാഗം ഉണ്ടല്ലോ, അതെല്ലാം കൂടെ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മറ്റേ ഔട്ടർ പോർഷനും കൂടെ അതിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് ആ 2 എണ്ണത്തിൻ്റെയും എഡ്ജസ് മുഴുവൻ നമുക്കൊന്ന് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ. സ്പീഡിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയാൽ ചിലപ്പം പൊസിഷൻ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്ഷമയോടെ സമയമെടുത്തിട്ട് ഇതിൻ്റെ എഡ്ജസൊക്കെ നന്നായിട്ട് പിടിച്ച് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ അകത്ത് വെച്ചിരിക്കുന്ന ആ ബോയുടെ ആ ടെയിലുണ്ടല്ലോ, അത് അതിൻ്റെ ഉള്ളിൽ പെടാതെ ശ്രദ്ധിച്ച് വേണം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴത്തേക്കും സാറ്റിൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അതൊന്ന് തെന്നിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് അതൊന്ന് പിടിച്ചിട്ട് വേണം നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കൈഭാഗം ഉണ്ടല്ലോ, അതുകൂടെ ഒന്ന് അതിൻ്റെ ഉള്ളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യണം. ഇനി ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ലൈനിങ് ഭാഗം അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് റൗണ്ടിന് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പം നമ്മുടെ ഔട്ടർ ഭാഗവും ലൈനിങ്ങിൻ്റെ ആ 2 ഭാഗവും ഒന്നിച്ച് വേണം ഇരിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മളത് തിരിച്ചിടുമ്പം ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ ലൈനിങ്ങും ഔട്ടർ പോർഷനും ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്ത് ആ ഉള്ളിൽ നമ്മളൊരു ഗ്യാപ്പ് ഇട്ടായിരുന്നല്ലോ, അതിൽ നിന്നെല്ലാം കൂടെ ഒന്ന് പുറത്തെടുത്ത് ആ ഗ്യാപ്പ് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ ബോയുടെ ഭാഗം ഒന്ന് ഇതുപോലെ ടൈ ചെയ്ത് കൊടുത്താൽ നമ്മളുടെ സാറ്റിൻ ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ സിബ്ബാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ തന്നെ ഉള്ളിൽ സിബ്ബ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ പ്രസ് ചെയ്യുന്ന ഈ ബട്ടൺസാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ റീസൈക്കിൾ ചെയ്തെടുത്ത നമ്മളുടെ സാറ്റിൻ ബാഗ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പാർട്ടിക്കൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയ ഒരു എസ്തെറ്റിക് ബാഗാണ് ഇത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.